അന്താരാഷ്ട്ര പത്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഓർഗനൈസേഷൻ ഓഫ് സ്മാൾ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്ര ദിനാചരണവും കൺവെൻഷനും നടത്തി. നഗരത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരെയും പത്ര ഏജൻസികളെയും ഉപഹാരം നൽകി ആദരിച്ചു. രാജ്യത്തുടനീളം നടക്കുന്ന പത്രസ്ഥാപനങ്ങൾക്കും പത്രപ്രവർത്തകർക്കും നേരെയുള്ള അതിക്രമങ്ങളിൽ ഓർഗനൈസേഷൻ ഓഫ് സ്മാൾ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ കൺവെൻഷൻ പ്രതിഷേധിച്ചു. പത്രസ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ രാജ്യത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ദിനപത്രം പുറപ്പെടുത്തിയത് കോഴിക്കോട്. ഇത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. പത്ര ഏജന്റ് അല്ലെങ്കിൽ പ്രാദേശിക പത്രപ്രവർത്തകർ എത്രമാത്രം അധ്വാനിക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതവുമായി അടുത്ത് പരിചയപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അവർ നിർവഹിക്കുന്ന ചുമതല, അതിൻ്റെ മഹത്വം ഇവരുടെ സമൂഹം വേണ്ട രീതിയിൽ കണ്ടറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. അതിരാവിലെ നാം പത്രം വായിക്കുന്നു. ആ പത്രം നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിൽ എത്തുന്നതെന്ന് നമ്മൾ ആലോചിക്കാറേയില്ല. സംഘടനാ പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ COT അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ രക്ഷാധികാരി PT നിസാർ, സുനിൽകുമാർ കോഴിക്കോട്, നിസാർ ഒളവണ്ണ, ഡോക്ടർ PT ജനാർദ്ദനൻ, TM സത്ജിത്ത് പണിക്കർ, M വിനയൻ, വൈശാഖ്, M ശ്രീകല വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പത്ര ഏജന്റുമാരായ KP കബീർ, MS സജറുദ്ദീൻ, ആഷിഖ് അഹമ്മദ്, PK മരക്കാർ, CM അബ്ദുൾ കബീർ വളയനാട്, PP സജിത് കുമാർ, PP സമോദ്, സബീർ, KT ദിൽജിത്ത് എന്നിവരെ UK കുമാരൻ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.